RSSുമായുള്ള ബന്ധം? ആർക്കാണ് RSSനോട് സോഫ്റ്റ് കോർണർ? 1987 ഹാഷിംപൂർ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തിന്റെ മനസ്സാക്ഷിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ലത്. RSS ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ UPയിലെ കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത്? മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം. 42 മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഒരു കോളനിയിൽ ഒറ്റ രാത്രിയിൽ UP പോലീസ് തീർത്തത്. കൂട്ടക്കൊല. RSS ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശും നേരത്തെ ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല. എങ്കിലും ഞങ്ങളെപ്പറ്റി പറയാൻ പുറപ്പെടുമ്പോ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ? ആ ഹാഷിംപൂരിലെ ഇറിഗേഷൻ കനാലില് ആ മൃതദേഹങ്ങൾ ഒഴുക്കുകയായിരുന്നു ചെയ്തത്. ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചത്, രാജ്യത്താകെ വ്യാപിപ്പിച്ചത്. വേറൊരു സംഭവം മലയാള മനോരമ അറിയാൻ വേണ്ടിയാണ്, അവരാണല്ലോ ഇത് വലിയ കൊട്ടിഘോഷിക്കാൻ പുറപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം 1993 പ്രതിഷേധ സൂചകമായി ജോലിയിൽ നിന്ന് VRS എടുത്തു. അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ. ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. മലയാള മനോരമയുടെ കയ്യിലുണ്ടോന്നറിയില്ല, ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ, ഒന്ന് വാങ്ങണം, വായിക്കണം. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ഡിലേമ, ആൻ ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തില് ഞങ്ങളായിട്ട് ബന്ധമുള്ള ആരുമല്ല കേട്ടോ ഈ എഴുതിയത്, അത് ഓർക്കണം.